കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനീസ് പയ്യന്മാരുടെ കൂടെ പോയിട്ട് ലൈബ്രറിയിൽ നിന്ന് ക്യാഷ് ഒക്കെ എടുത്തുകൊണ്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ട്രീറ്റ് അല്ല, സൈക്കിൾ എടുക്കാൻ. ആ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ ഗൈസ്, നമ്മളന്ന് ബുക്ക് ചെയ്ത സൈക്കിളില്ലേ, അത് വന്നിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയത് ഇവിടേക്കാണ്. നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ പാക്കേജ് എടുക്കാൻ ഇവിടെ വരാറ്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ സൈക്കിളും ഡെലിവറി അയക്കാന്ന് വിചാരിച്ചാണ് നേരെ അങ്ങോട്ട് പോയത്. പക്ഷെ നമുക്ക് തെറ്റി, അവിടെ അല്ല, ഈ ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാക്കേജ് ഒക്കെ കളക്ട് ചെയ്ത് നേരെ പോവാണ് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്കാണ് പോയെങ്കിലും പിന്നെ നമ്മൾ സാധനമായിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇവിടെ ആകുമ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഹോസ്റ്റല് ഫുള്ള് ഇരുട്ടാ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേരും ഉണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഫുൾ ടൈം ഇവന്മാര് ഫുൾ ഓണാണ് ഗൈസ്. ചില സമയത്ത് ഇച്ചിരി ഓവർ പവറും കൂടെയാണ്. കണ്ടില്ലേ, നാട്ടുച്ചയ്ക്ക് പുഷപ്പ് എടുക്കണം. ഒരുത്തം കാണിച്ചാൽ മതി, അപ്പോഴേക്കും അടുത്തവൻ തുടങ്ങിക്കോളും. ഇവന്മാരുടെ ഈ കസറത്തിന്റെ ഗ്യാപ്പിൽ ആദ്യം സൈക്കിൾ സെറ്റ് ചെയ്ത് റൈഡും കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പതേ നമ്മുടെ ചെറുക്കൻ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോകുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോൾ അവനോട് തന്നെ ചോദിക്കാം സൈക്കിൾ എങ്ങനെയുണ്ടെന്ന്. ഗുഡ്, കിടിലൻ സൈക്കിൾ എന്നാണ് പിള്ളേർ പറയുന്നത്. പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്ന ആദിലിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത പയ്യൻ വരുന്നത്. ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഈ ലെഫ്റ്റിലിരിക്കുന്ന പയ്യൻ. ചെറുക്കനാണെങ്കിൽ ഫുൾ ജിമ്മാണ്. ഓൾമോസ്റ്റ് 100 പുഷപ്സ് അടിക്കേണ്ടതായിരുന്നു. അപ്പോൾ എത്ര പുഷപ്പ് അടിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് നോക്ക്. അത് കഴിഞ്ഞത് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചിരുന്നപ്പോൾ അടുത്ത അവതാരം വന്നിട്ടുണ്ട്. ചെറുക്കനെ കണ്ടപ്പോൾ തന്നെ സൈക്കിൾ ചവിട്ടി നോക്കണം. എന്നാൽ സൈക്കിൾ ചവിട്ടാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ അവന് സൈക്കിളോട്ട് അറിയില്ല എന്ന് പറഞ്ഞത്. ആറ്റിറ്റ്യൂഡിന് ഒരു കുറവില്ലെങ്കിലും ഭയങ്കര നാണമാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ സൈക്കിളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോയി. ഈവനിങ് ആയപ്പോഴത്തേ അതിലും പയ്യനും കൂടെ സ്യൂട്ടൊക്കെ ചെയ്ത് നേരെ പോകുന്നുണ്ട് സൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. അതായത് ഒരു ലോങ് റൈഡ് പോയി നോക്കാൻ. ചെറുക്കന് നമ്മുടെ റൂമിൽ വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ പോയി എടുത്തുകൊണ്ടെന്ന് കൊടുത്തതാണ്. അവർ റൈഡിന് പോയി വന്നതിന് ശേഷം ഫ്രഷായി നമ്മളൊരു ക്യാബ് എടുത്ത് നേരെ ചെറുക്കൻ്റെ ട്രീറ്റിന് വേണ്ടി പോവാണ്. അപ്പം നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇതാണ് ഷോപ്പിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഉള്ളിൽ അടിപൊളിയാണ്. ഒരു എസ്തെറ്റിക് വൈബൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ഒതൻറ്റിക് ചൈനീസ് ലുക്കാണ്. അങ്ങനെ നമ്മളൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഫുഡ് ഓരോന്നോരോന്നായിട്ട് വന്നു. എല്ലാം കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കോളേജ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കണ്ടതാണത്. ഒരു സിംഹക്കുഞ്ഞ്. എൻ്റെ മോനെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയപ്പോഴല്ല, സത്യം പറഞ്ഞാൽ കിളി പോയി. പക്ഷെ ഭയങ്കര പാവം ഉണ്ടാ.